ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നെക്സ്റ്റ് സെഷൻ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നത് റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റും അതോടൊപ്പം സെർട്ടനിറ്റി ഇക്വാലൻറ്റ് മെത്തേഡ്. These both are investment appraisal methods wherein we determine which project or which proposal yield a higher NPV or which proposal is more acceptable and profitable. ഈ രണ്ട് മെത്തേഡിലൂടെ നമ്മൾ നോക്കിയിരുന്നത് ഏത് പ്രൊജക്റ്റാണ് ഒരു കമ്പനി അക്സെപ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് മെഷീനറിയാണ് ഒരു കമ്പനി പർച്ചേസ് ചെയ്യേണ്ടത്. ബേസ് ചെയ്തത് NPV ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിറ്റർമിനേഷൻ നമ്മൾ ചെയ്തിരുന്നത്. റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് ഈസ് വെയറിൻ you add the risk premium rate given to the given return on capital rate. പ്രീമിയം റേറ്റ് തന്നിട്ടുണ്ടാകും, അത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എത്രയാണ് പെർസെൻറ്റേജ് തന്നിരിക്കുന്നത് അതോടൊപ്പം നമ്മൾ ആഡ് ചെയ്തിട്ട് we find out the NPV, net present value, and using that we accept a project. നെക്സ്റ്റ് മെത്തേഡ് ആയിരുന്നു സെർട്ടനിറ്റി ഇക്വാലൻറ്റ് മെത്തേഡ്. സെർട്ടനിറ്റി ഇക്വാലൻറ്റ് മെത്തേഡ് നമ്മൾ ആദ്യം തന്നെ CE കോയിഫിഷ്യൻറ്റ് കണ്ടുപിടിച്ചിരുന്നു. CE കോയിഫിഷ്യൻറ്റ് ഫാക്ടർ വരുന്നത് റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ റിസ്കി ക്യാഷ് ഫ്ലോ. ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ CE കോയിഫിഷ്യൻറ്റ് ഫാക്ടർ കണ്ടുപിടിക്കുകയും ആൻഡ് ലേറ്റർ ഓൺ വി ഫൈൻഡ് ഔട്ട് ദി NPV ഓഫ് ദ ഗിവൺ പ്രൊജക്ട്സ് ഓർ പ്രപ്പോസൽസ്. അതിനുശേഷം NPV ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വിച്ച് പ്രൊജക്റ്റ് ഈസ് അക്സെപ്റ്റബിൾ, വിച്ച് പ്രൊജക്റ്റ് ഈസ് ബെറ്റർ എന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് ടോപ്പിക്കാണ്, പ്രോബബിലിറ്റി അസൈൻ മെത്തേഡും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡും. ബോത്ത് ഓഫ് ദീസ് ആർ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ മെത്തേഡ്സ് ആൻഡ് യൂസിങ് ദീസ് മെത്തേഡ്സ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് വിച്ച് പ്രൊജക്റ്റ് ഈസ് ബെറ്റർ. ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. Probability refers to the likelihood of happening of an event in future. The value of probability lies between 0 and 1. പ്രോബബിലിറ്റി എങ്ങനെയാണ് നമ്മൾ ലോവർ ക്ലാസ്സസ് നമ്മൾ നോക്കിയിട്ടുള്ളതായിരിക്കും. അതായത് ഫ്യൂച്ചർ ഈവൻറ്റ് വിച്ച് മേ ഓർ മെ നോട്ട് ഹാപ്പൻ, ആ ഒരു ഈവൻറ്റ് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0 to 1 ബേസിസിൽ അതുണ്ടാകുമോ, പ്രോബബിളായിട്ട് അത് പോസിബിൾ ആയിരിക്കുമോ, അത് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുമോ എന്നിവ തീരുമാനമെടുക്കുന്നതിന് നമ്മൾ പ്രോബബിലിറ്റിയിൽ നമ്മൾ നോക്കിയിരുന്നത്. ആൻഡ് ഹിയർ അണ്ടർ പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ് the probabilities are assigned to cash flows and expected values are found. നമ്മുടെ ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ട്, അതായത് ഒരു പ്രൊജക്റ്റ് നമുക്ക് ലഭിക്കുന്ന റിട്ടേൺസ്, ആ പറഞ്ഞ ക്യാഷ് ഇൻഫ്ലോസ് അല്ലെങ്കിൽ ആ പറഞ്ഞ റിട്ടേൺസിലോട്ടാണ് ഈ പ്രോബബിലിറ്റി നമ്മൾ അസൈൻ ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ദെയർ ഓൺ വി ഫൈൻഡ് ഔട്ട് ദി എക്സ്പെക്റ്റഡ് വാല്യൂസ്. The expected values are ascertained by multiplying cash inflows with the probability assigned. നമുക്ക് ഗീവൺ പ്രോബബിലിറ്റീസ് ഉണ്ടാകും. ഓരോ കറസ്പോണ്ടിങ് ഇയറിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺസിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബബിലിറ്റീസ് നമുക്ക് അസൈൻ ചെയ്ത് തന്നിട്ടുണ്ടാവും. ആ ഒരു പ്രോബബിലിറ്റീസ് യൂസ് ചെയ്തിട്ടാണ് ക്യാഷ് ഇൻഫ്ലോസ് നിന്ന് കിട്ടുന്ന എക്സ്പെക്റ്റഡ് വാല്യൂസ് എത്ര നമ്മൾ മനസ്സിലാക്കുന്നത്. ക്യാഷ് ഇൻഫ്ലോസ് ഇൻറ്റു റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റീസ് ചെയ്താൽ വി ഗെറ്റ് ദി എക്സ്പെക്റ്റഡ് വാല്യൂസ്. ആ എക്സ്പെക്റ്റഡ് വാല്യൂസ് ആസ് യൂഷ്വൽ നമ്മൾ ഡിസ്കൗണ്ടിങ് ഫാക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ആൻഡ് ലേറ്റർ ഓൺ വി ഗെറ്റ് ദി പ്രസൻറ്റ് വാല്യൂസ് കിട്ടി നമുക്ക് NPV ലഭിക്കും. NPV ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ വിച്ച് പ്രൊജക്റ്റ് ഈസ് ബെറ്റർ നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാം ഏറ്റവും അവസാനം എത്തുന്ന NPVയിലോട്ടാണ്, നെറ്റ് പ്രസൻറ്റ് വാല്യൂയിലോട്ടാണ് പ്രോബബിലിറ്റി മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട്. ക്വസ്റ്റ്യൻ: A company is considering two projects P and Q. These require an equal investment of 50,000. From the following information, you are requested to advise as to which project should be selected. Project P, Project Q. ആദ്യം പ്രൊജക്ട് പിയുടെ മാത്രം ഞാൻ വായിക്കാം. ഇയർ 1 ക്യാഷ് ഇൻഫ്ലോ 30,000, പ്രോബബിലിറ്റി 0.2. ഇയർ 2 ക്യാഷ് ഇൻഫ്ലോ 70,000, probability 0.5. Year 3 cash inflow 1 lakh, probability 0.3. ഇനി പ്രൊജക്ട് യൂനെ ഞാൻ വായിക്കാം. ഇയർ 1 cash inflow 65,000, probability 0.4. ഇയർ 2 cash inflow 70,000, probability 0.4. ഇയർ 3 cash inflow 75,000, probability 0.2. Assume the cost of capital at 10%. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക്
കോസ്റ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര തന്നിട്ടുണ്ട്. രണ്ട് പ്രൊജക്റ്റിനും 50,000 വീതമാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അതേപോലെ ഓരോ പ്രൊജക്റ്റ് പി ആയാലും ക്യൂ ആയാലും അവരുടെ ക്യാഷ് ഇൻഫ്ലോസ് 3 വർഷമാണ്. 3 വർഷത്തെയും ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% നമുക്ക് ഓരോ വർഷം നമുക്ക് കിട്ടുന്ന റിട്ടേൺ നമ്മൾ ചൂസ് ചെയ്യുക. അതേപോലെ പ്രോബബിലിറ്റീസ് ഓരോ വർഷവും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് എത്രയാണ് അതും തന്നിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് വിച്ച് പ്രൊജക്റ്റ് ഈസ് ബെറ്റർ എന്ന് നമ്മളാണ് അഡ്വൈസ് കൊടുക്കാനുള്ളത്. നമുക്ക് എന്തെങ്കിലും സൊല്യൂഷനിലോട്ട് പോവാം. നമ്മൾ പ്രോബബിലിറ്റി മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കണം. എക്സ്പെക്റ്റഡ് വാല്യൂസ് കണ്ടുപിടിക്കുന്നത് ക്യാഷ് ഇൻഫ്ലോസ് ഇൻറ്റു റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഗീവൺ പ്രോബബിലിറ്റിയും അതേപോലെ ക്യാഷ് ഇൻഫ്ലോസ് കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂസ് ലഭിക്കും. ആ എക്സ്പെക്റ്റഡ് വാല്യൂസിനൊപ്പം നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എത്രയാണ് അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രസൻറ്റ് വാല്യൂ ലഭിക്കും. സമ്മപ്പ് ചെയ്യുക. ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ ലഭിക്കുന്നു മൈനസ് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ NPV നമുക്ക് ലഭിക്കും. ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. സൊല്യൂഷൻ നോക്കാം നമുക്ക്. ആദ്യം തന്നെ പ്രൊജക്റ്റ് പി നമുക്ക് നോക്കാം. എല്ലാ വർഷവും ഇയർ 1, 2, 3 എഴുതിയിട്ടുണ്ട്. ക്യാഷ് ഇൻഫ്ലോസ് 30,000, 70,000, 1 lakh റെസ്പെക്റ്റീവ്ലി. അതേപോലെ പ്രോബബിലിറ്റി അതാണ് ഇവിടെ വന്നിരിക്കുന്ന പുതിയൊരു ടോപ്പിക്. പ്രോബബിലിറ്റി വന്നിട്ടുണ്ട് 0.2, 0.5, 0.3. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഗീവൺ പ്രോബബിലിറ്റീസ് ആണ്. അതും അതേപോലെ എടുത്ത് എഴുതുന്നു. നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് എക്സ്പെക്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ്. ക്യാഷ് ഇൻഫ്ലോസ് ഇൻറ്റു പ്രോബബിലിറ്റീസ് ചെയ്താൽ എക്സ്പെക്റ്റഡ് വാല്യൂസ് നമുക്ക് ലഭിക്കും. 30,000 ഇൻറ്റു 0.2 എക്സ്പെക്റ്റഡ് വാല്യൂ 6,000. 30,000 ഇൻറ്റു 0.2 6,000. ഇയർ 2 70,000 ഇൻറ്റു 0.5 35,000 എക്സ്പെക്റ്റഡ് വാല്യൂ. ഇയർ 3 1 lakh cash inflow into 0.3 probability which gives 30,000 expected value. ഇത്രയും മാത്രം ചെയ്താൽ മതി. ക്യാഷ് ഇൻഫ്ലോസ് എത്രയാണ് തന്നിരിക്കുന്നത് അത് മൾട്ടിപ്ലൈ വിത്ത് ദ ഗീവൺ പ്രോബബിലിറ്റീസ് ഓഫ് കറസ്പോണ്ടിങ് ഇയേഴ്സ്. അത് ചെയ്താൽ നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂ ലഭിക്കുന്നതാണ്. ആ എക്സ്പെക്റ്റഡ് വാല്യൂ ആൻഡ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രസൻറ്റ് വാല്യൂ ലഭിക്കുന്നതാണ്. ആസ് യൂഷ്വൽ നമ്മൾ NPV ചെയ്യുന്നത് പോലെ തന്നെ. ഗീവൺ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ഈസ് 10%. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% പറഞ്ഞിട്ടുണ്ട്. therefore പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഈസ് 10%. നമുക്കറിയാം ഇത് ആന്യൂറ്റി ടേബിൾ ഒന്നില്ലെങ്കിൽ ഇത് തന്നിട്ടുണ്ടാകും ക്വസ്റ്റ്യനിൽ. അതല്ലെങ്കിൽ ആന്യൂറ്റി ടേബിൾ യൂസ് ചെയ്തിട്ട് വേണം ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇഫ് ദ റേറ്റ് ഈസ് നോട്ട് ഗീവൺ. ഇനി അഥവാ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്തൊരു ഫോർമുല ഉണ്ട്. 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 10% റേസ് ടു 1. 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 10% റേസ് ടു 2. 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 10% റേസ് ടു 3. ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 10%ൻ്റെ റെസ്പെക്റ്റീവ് ഇയേഴ്സിൽ കിട്ടുന്ന ഫാക്ടേഴ്സ് എത്രയാണ് നമുക്ക് ലഭിക്കും. 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 10% റേസ് ടു 1 0.909 ആണ്. നെക്സ്റ്റ് ഇയർ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 10% റേസ് ടു 2 0.826. അതേപോലെ ഇയർ 3 നമ്മൾ കണ്ടുപിടിക്കുക. ഒന്നില്ലെങ്കിൽ ഇത് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടാകും, അതല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് യൂസിങ് ദ ഗീവൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റേറ്റ്. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 10% എത്ര നമുക്കറിയാം. 0.909, 0.826, 0.751. പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. 6,000 ഇൻറ്റു 0.909 പ്രസൻറ്റ് വാല്യൂ 5,454. 35,000 into 0.826 present value 28,910. 30,000 into 0.751 present value 22,530. അപ്പോൾ ഒന്നുകൂടി ഇതിൻ്റെ പ്രൊസീജിയർ ഞാൻ ഒന്നുകൂടി പറയാം. പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ് ആണെങ്കിൽ വർഷങ്ങൾ തന്നിട്ടുണ്ടാവും, ക്യാഷ് ഇൻഫ്ലോസ് തന്നിട്ടുണ്ടാവും, അതേപോലെ പ്രോബബിലിറ്റീസും തന്നിട്ടുണ്ടാവും. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എക്സ്പെക്റ്റഡ് വാല്യൂസാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓരോ വർഷത്തെയും ക്യാഷ് ഇൻഫ്ലോ അതത് വർഷത്തെ റെസ്പെക്റ്റീവ് ഗീവൺ പ്രോബബിലിറ്റീസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി എക്സ്പെക്റ്റഡ് വാല്യൂസ് നമുക്ക് ലഭിക്കും. ആ എക്സ്പെക്റ്റഡ് വാല്യൂസ് ഗീവൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എത്രയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ എക്സ്പെക്റ്റഡ് വാല്യൂസും അതേപോലെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടറും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ നമുക്ക് ലഭിക്കും. ആ പ്രസൻറ്റ് വാല്യൂ നമുക്ക് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ നമുക്ക് ലഭിക്കുന്നതാണ്.
അതും കോസ്റ്റ് ഓഫ് ദ അസറ്റും മൈനസ് ചെയ്താൽ മാത്രം മതി, നമുക്ക് NPV ലഭിക്കും. അപ്പോൾ ഇവിടെ NPV കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ നമ്മൾ നോക്കുക. കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച പ്രസൻറ്റ് വാല്യൂസ് 5,454, 28,910, 22,530. ഇത് മൂന്നും കൂടി ആഡപ്പ് ചെയ്താൽ മാത്രം മതി. 56,894 ഈസ് ദ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ. നമുക്ക് അറിയാം കോസ്റ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യം വന്നിരിക്കുന്നത് 50,000 ആണ്. മൈനസ് ചെയ്താൽ മാത്രം മതി. NPV ദാറ്റ് വി ഗെറ്റ് ഈസ് 6,894. 56,894 minus 50,000, നെറ്റ് പ്രസൻറ്റ് വാല്യൂ 6,894 ആണ് പ്രൊജക്റ്റ് Pൻ്റെ NPV. അതേ സെയിം പാറ്റേൺ നമുക്ക് പ്രൊജക്റ്റ് Qൻ്റെയും NPV കണ്ടുപിടിക്കാം. പ്രൊജക്റ്റ് Q ഇയർ 1 ക്യാഷ് ഇൻഫ്ലോസ് പ്രോബബിലിറ്റി, ഈ മൂന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് അതേപോലെ നമ്മൾ എഴുതുന്നു. ക്യാഷ് ഇൻഫ്ലോ 65,000, പ്രോബബിലിറ്റി 0.4. ഇയർ 2 ക്യാഷ് ഇൻഫ്ലോ 70,000, പ്രോബബിലിറ്റി 0.4. ഇയർ 3 ക്യാഷ് ഇൻഫ്ലോ 75,000, പ്രോബബിലിറ്റി 0.2. അതിനുശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ്പെക്റ്റഡ് വാല്യൂസും പ്രസൻറ്റ് വാല്യൂ ഫാക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ നമുക്ക് ലഭിക്കും. സമ്മപ്പ് ചെയ്താൽ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ ലഭിക്കുന്നു. അത് മൈനസ് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ NPV ലഭിക്കുന്നു. ഇത്രയും സിമ്പിളാണ് ഈ ഒരു പ്രൊസീജിയർ. നമുക്ക് നോക്കാം. ഇയർ 1 65,000 ഇൻറ്റു 0.4, എക്സ്പെക്റ്റഡ് വാല്യൂ 26,000. ഇയർ 2 70,000 ഇൻറ്റു 0.4, എക്സ്പെക്റ്റഡ് വാല്യൂ 28,000. ഇയർ 3 ക്യാഷ് ഇൻഫ്ലോ 75,000 ഇൻറ്റു പ്രോബബിലിറ്റി 0.2, എക്സ്പെക്റ്റഡ് വാല്യൂ 15,000. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് Qൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂസ് എത്ര നമുക്ക് തന്നിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ പ്രൊജക്റ്റ് Qനും സെയിം കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്, 10% 10%ൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുക. 0.909, 0.826, 0.751 ആണ് റെസ്പെക്റ്റ് ഇയേഴ്സിൽ വരുന്ന പ്രസൻറ്റ് വാല്യൂ ഫാക്ടേഴ്സ്. പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. എക്സ്പെക്റ്റഡ് വാല്യൂ ഇൻറ്റു PV ഫാക്ടർ 26,000 ഇൻറ്റു 0.909, പ്രസൻറ്റ് വാല്യൂ 23,634. 28,000 ഇൻറ്റു 0.826, പ്രസൻറ്റ് വാല്യൂ 23,128. 15,000 ഇൻറ്റു 0.751, പ്രസൻറ്റ് വാല്യൂ 11,265. നമുക്ക് പ്രൊജക്റ്റ് Qൻ്റെ 3 വർഷത്തെയും പ്രസൻറ്റ് വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. Therefore the total present value cash inflow 58,027, 58,027. കോസ്റ്റ് പ്രൊജക്റ്റ് Q ആയാലും 50,000 ആണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. Therefore NPV equals 58,027 minus 50,000, that is 8,027, 8027. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് Pയുടെ NPV 6,894 പ്രൊജക്റ്റ് Qൻ്റെ NPV 8,027 നമുക്ക് കിട്ടിയിട്ടുണ്ട്. Therefore the NPV of project Q is higher, so project Q is to be selected. നമ്മൾ NPV ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ആ NPV യൂസ് ചെയ്തിട്ടാണ് IRR, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ്, റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് മെത്തേഡ്, ആസ് വെൽ ആസ് സെർട്ടനിറ്റി ഇക്വലൻറ്റ് മെത്തേഡ്. ഈ മെത്തേഡ്സൊക്കെ നമ്മൾ ചെയ്തിരുന്നത് NPV ആണ് ബേസ് ചെയ്തിട്ട് എടുക്കുന്നത്. Therefore നെറ്റ് പ്രസൻറ്റ് വാല്യൂ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് അത് തറവായിട്ട് പഠിച്ചിരിക്കണം. സോ കമ്മിങ് ബാക്ക് ടു പ്രോബബിലിറ്റി അസൈൻ മെത്തേഡ്. ഇവിടെ പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ടാവും. എക്സ്പെക്റ്റഡ് വാല്യൂസ് കണ്ടുപിടിക്കുക. റെസ്പെക്റ്റീവ് ക്യാഷ് ഇൻഫ്ലോസും റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റീസും മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി വി ഗെറ്റ് ദി എക്സ്പെക്റ്റഡ് വാല്യൂസ്. ആൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂസും റെസ്പെക്റ്റീവ് കറസ്പോണ്ടിങ് ഇയറിലെ PV ഫാക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് ദ പ്രസൻറ്റ് വാല്യൂ. സമ്മപ്പ് ചെയ്യുക. ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ ലഭിക്കുന്നു. അത് മൈനസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതല്ലെങ്കിൽ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഔട്ട് ഫ്ലോ മൈനസ് ചെയ്യുക. വി ഗെറ്റ് ദി നെറ്റ് പ്രസൻറ്റ് വാല്യൂ. വിച്ച് പ്രൊജക്റ്റ് ഹാസ് എ ഹയർ NPV, ആ പ്രൊജക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുക.
ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളാണ് പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ്. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു +1 +2 നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ്, അതേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഏത് പ്രൊജക്റ്റാണ്, ഏത് പ്രപ്പോസലാണ് ബെറ്റർ എന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ സ്ക്വയർ റൂട്ട് ഓഫ് ദ സ്ക്വയർഡ് ഡീവിയേഷൻസ് കാൽക്കുലേറ്റഡ് ഫ്രം മീൻ. ഇറ്റ് മെഷേഴ്സ് deviation of possible cash flows of different projects from the respective mean or expected values. ഈ പറഞ്ഞ കാര്യം നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. SD മെത്തേഡ് എങ്ങനെയാണ് നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഒരു പ്രപ്പോസൽ ചൂസ് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. SD മെത്തേഡ് മെഷേഴ്സ് ദ ഡിഗ്രി ഓഫ് റിസ്ക് ഇൻവോൾവ് ഇൻ ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ. എ പ്രൊജക്ട് ഹാവിംഗ് എ ലാർജർ SD will be more risky when compared to a project having a lower standard deviation. നമ്മൾ ഇതുവരെ നോക്കിയ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ മെത്തേഡ്സിൽ ഏത് പ്രൊജക്റ്റിനാണ് ഹയർ NPV, നെറ്റ് പ്രസൻറ്റ് വാല്യൂ, ഏത് പ്രൊജക്റ്റിനാണ് ഹയർ, ആ പ്രൊജക്റ്റ് വേണം അക്സെപ്റ്റ് ചെയ്യാൻ, ആ പ്രൊജക്റ്റാണ് പ്രോഫിറ്റബിൾ എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡിൽ നമ്മൾ പറയുന്നത് പ്രൊജക്ട് ഹാവിംഗ് എ ലാർജർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിൽ ബി മോർ റിസ്കി വെൻ കമ്പയർഡ് ടു എ പ്രൊജക്ട് ഹാവിംഗ് എ ലോവർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഏത് പ്രൊജക്റ്റിനാണ്, ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിനാണ് ഹയർ റിസ്ക് ഉള്ളതെന്നാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻ ക്യാൻ ഡിറ്റർമൈൻ റിസ്കിയ പ്രൊജക്റ്റ് ചൂസ് ചെയ്യണോ അതല്ലെങ്കിൽ ലോവർ റിസ്ക്കുള്ള പ്രൊജക്റ്റ് പ്രപ്പോസൽ ചൂസ് ചെയ്താൽ മാത്രം മതിയോ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്തിട്ട് റിസ്ക് ഫാക്ടറാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഏത് പ്രൊജക്റ്റാണ് ഹയർ റിസ്ക് ഉള്ളതെന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് നമുക്ക് നോക്കാം. കമ്പ്യൂട്ട് ദ മീൻ വാല്യൂ or the arithmetic average of the possible cash flow. Calculate deviation between the mean value and the possible cash flow. Square the deviation and obtain the total. Apply the formula. Standard deviation equals root of sigma d square. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മീൻ വാല്യൂ അതല്ലെങ്കിൽ അരിത്തമാറ്റിക് ആവറേജ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. അതിനുശേഷം അരിത്തമാറ്റിക് ആവറേജും അതേപോലെ പോസിബിൾ ക്യാഷ് ഇൻഫ്ലോസും തമ്മിലെ ഡിഫറൻസ് എത്രയാണ് നമ്മൾ നോക്കണം. അതിനുശേഷം ആ പറഞ്ഞ കിട്ടിയ ഡീവിയേഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ ഡീവിയേഷൻ എത്രയാണ് അതിനെ സ്ക്വയർ ചെയ്യുക, അതാണ് സിഗ്മ ഡി സ്ക്വയർ. ആൻഡ് ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർമുല റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ അപ്ലൈ ചെയ്യുക. വി ഗെറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. Upon the base of that we can determine, we can say which project is more riskier or which project is lower risk one. നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. On the basis of the information given below, find out which project is more risky according to standard deviation approach. രണ്ട് പ്രപ്പോസൽ തന്നിട്ടുണ്ട്. പ്രപ്പോസൽ X, പ്രപ്പോസൽ Y. ഇയർ 1 പ്രപ്പോസൽ എക്സിനാണ് ഞാൻ ഇപ്പോൾ വായിക്കുന്നത്. ഇയർ 1 ക്യാഷ് ഇൻഫ്ലോ 5000, പ്രോബബിലിറ്റി 0.3. ഇയർ 2 ക്യാഷ് ഇൻഫ്ലോ 10,000, പ്രോബബിലിറ്റി 0.2. ഇയർ 3 ക്യാഷ് ഇൻഫ്ലോ 20,000, പ്രോബബിലിറ്റി 0.2. ഇയർ 4 ക്യാഷ് ഇൻഫ്ലോ 25,000, പ്രോബബിലിറ്റി 0.3. ഇനി പ്രപ്പോസൽ വൈയുടെ വായിക്കാം. ഇയർ 1 ക്യാഷ് ഇൻഫ്ലോ 2,000, പ്രോബബിലിറ്റി 0.2. ഇയർ 2 ക്യാഷ് ഇൻഫ്ലോ 12,000, probability 0.3. Year 3 cash inflow 10,000, probability 0.4. Year 4 cash inflow 20,000, probability 0.1. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് അപ്രോച്ച് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അരിത്തമാറ്റിക് ആവറേജ് കണ്ടുപിടിക്കുക. ഒന്നുകൂടി നമുക്ക് സ്റ്റെപ്സ് നോക്കാം. അരിത്തമാറ്റിക് ആവറേജ് അല്ലെങ്കിൽ മീൻ വാല്യൂസ് കണ്ടുപിടിക്കുക. അതിനുശേഷം മീൻ വാല്യൂന്ന് എത്രയാണ് ഡീവിയേഷൻ വരുന്നത്, ദ ഡീവിയേഷൻസ് ഫ്രം മീൻ വാല്യൂ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത മീൻ വാല്യൂ അല്ലെങ്കിൽ അരിത്തമാറ്റിക് ആവറേജിന് ക്യാഷ് ഇൻഫ്ലോ ആയിട്ടുള്ള ഡീവിയേഷൻ എത്രയാണ് അത് കണ്ടുപിടിക്കുക. അതിനാണ് ഡി എന്ന് പറയുന്നത്. അതിനുശേഷം ആ ഒരു ഡി കാൽക്കുലേറ്റ് ചെയ്ത ഡി അല്ലെങ്കിൽ ഡീവിയേഷൻ സ്ക്വയർ ചെയ്യുക. വി ഗെറ്റ് സിഗ്മ ഡി സ്ക്വയർ. ദെൻ ദ ഫോർമുല ടു ബി അപ്ലൈഡ് ഇസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ. ഇനി ക്വസ്റ്റ്യനിൽ എപ്പോഴെങ്കിലും പ്രോബബിലിറ്റീസ് ഫാക്ടർ തന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പ്രോബബിലിറ്റീസ് കൂടി നമ്മൾ തന്നിട്ടുണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ. അങ്ങനെയാണ് സിറ്റുവേഷൻ വരുന്നതെങ്കിൽ, ഇഫ് പ്രോബബിലിറ്റീസ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആർ ഗീവൺ, മൾട്ടിപ്ലൈ ദി സ്ക്വയർ ഡീവിയേഷൻ ബൈ ദി അസൈൻഡ് പ്രോബബിലിറ്റീസ്. ദിസ് ഗീവ് വെയ്റ്റഡ് സ്ക്വയർ ഡീവിയേഷൻ.
എഫ് ഡി സ്ക്വയർ. അപ്പോൾ എപ്പോഴെങ്കിലും പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച അതേ സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്താൽ മതി, പക്ഷേ ഒരു സ്റ്റെപ്പ് കൂടി ആഡ് ഓൺ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം അരിത്തമാറ്റിക് ആവറേജ് കണ്ടുപിടിക്കുന്നു, അതിനുശേഷം ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ആ ഡീവിയേഷൻ നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. ഇനി പ്രോബബിലിറ്റി കൂടി തന്നിട്ടുണ്ടെങ്കിൽ സ്ക്വയർ ചെയ്ത ഡീവിയേഷനും പ്രോബബിലിറ്റി കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, വി ഗെറ്റ് വെയ്റ്റഡ് സ്ക്വയർ ഡീവിയേഷൻ എഫ് ഡി സ്ക്വയർ. ദെൻ ലേറ്റർ ഓൺ നമ്മൾ ഫോളോ ചെയ്ത അതേ പ്രൊസീജിയർ ആ എഫ് ഡി സ്ക്വയറിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക, സിഗ്മ എഫ് ഡി സ്ക്വയർ കിട്ടും. ആ സിഗ്മ എഫ് ഡി സ്ക്വയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ ഫോർമുല അപ്ലൈ ചെയ്യുക, റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ. ഇത്രയേ ഉള്ളൂ പ്രോബബിലിറ്റീസ് കൂടി വരികയാണെങ്കിൽ. നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പ്രൊപ്പോസൽ എക്സ് അല്ലെങ്കിൽ പ്രൊജക്ട് എ വൈയുടെ മാത്രം നമുക്ക് നോക്കാം. ഗിവൺ ദ ക്യാഷ് ഫ്ലോ ഇയർ 1, 2, 3, 4, ക്യാഷ് ഇൻ ഫ്ലോ 5,000, 10,000, 20,000, 25,000. ഇതാണ് തന്നിരിക്കുന്ന ക്യാഷ് ഇൻ ഫ്ലോസ്. അപ്പോൾ നമുക്ക് ക്യാഷ് ഇൻ ഫ്ലോ തരികയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ ക്യാഷ് ഇൻ ഫ്ലോസിൻ്റെ മീൻ വാല്യൂ അല്ലെങ്കിൽ അരിത്തമാറ്റിക് ആവറേജ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ക്യാഷ് ഇൻ ഫ്ലോസിനെ ടോട്ടൽ ചെയ്യുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ഇവിടെ വന്നിരിക്കുന്ന ക്യാഷ് ഇൻ ഫ്ലോ 5,000, 10,000, 20,000, 25,000 ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 60,000 ആണ്. അരിത്തമാറ്റിക് ആവറേജ് ഈക്വൽസ് 60,000 ഡിവൈഡഡ് ബൈ 4. ടോട്ടൽ ഓഫ് ക്യാഷ് ഇൻ ഫ്ലോസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്, അതാണ് 60,000 ഡിവൈഡഡ് ബൈ 4. അരിത്തമാറ്റിക് ആവറേജ് അല്ലെങ്കിൽ മീൻ വാല്യൂ നമുക്ക് ലഭിക്കുന്നത് 15,000 ആണ്. 60,000 ഡിവൈഡഡ് ബൈ 4 ഈക്വൽസ് 15,000 ആണ് നമുക്ക് ലഭിക്കുന്ന മീൻ വാല്യൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത സ്റ്റെപ്പിൽ അരിത്തമാറ്റിക് ആവറേജ് അല്ലെങ്കിൽ മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ലഭിക്കുന്ന മീൻ വാല്യൂ അത് നമ്മൾ കിട്ടിയിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോ ആയിട്ടുള്ള ഡീവിയേഷൻ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ ലഭിച്ച കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ അരിത്തമാറ്റിക് ആവറേജും ക്യാഷ് ഇൻഫ്ലോസും നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണ് ഇവിടെ ഡീവിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൊപ്പോസൽ എക്സിൽ നമുക്ക് 60,000 ഡിവൈഡഡ് ബൈ 4, അതായത് 15,000 ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന മീൻ വാല്യൂ. ആ ലഭിച്ച മീൻ വാല്യൂ ക്യാഷ് ഇൻഫ്ലോസ് ഫോർ ദി റെസ്പെക്റ്റ് ഇയർ തമ്മിലുള്ള ഡീവിയേഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് എത്രയാണ് നമ്മൾ നോക്കുക. ഇയർ 1 ക്യാഷ് ഇൻഫ്ലോ 5,000 ആണ്. നമുക്കുള്ള അരിത്തമാറ്റിക് ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന 15,000 ആണ്. ദെയർഫോർ ഡീവിയേഷൻ ഫ്രം മീൻ, അതായത് ഡി ആണ് അതിന് ഉദ്ദേശിക്കുന്നത്. ഡീവിയേഷൻ ഫ്രം മീൻ ബ്രാക്കറ്റിൽ ഡി, ആൽഫബറ്റിക്കൽ ഡി. അപ്പോൾ 5,000 മൈനസ് 15,000 ഡീവിയേഷൻ ഫ്രം മീൻ ഈക്വൽസ് മൈനസ് 10,000. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് 2 നമ്മൾ ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്ത മീൻ വാല്യൂ അല്ലെങ്കിൽ അരിത്തമാറ്റിക് ആവറേജും അതേപോലെ തന്നെ ക്യാഷ് ഇൻഫ്ലോസും ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതാണ് ഡീവിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനാണ് ആൽഫബറ്റിക്കൽ ഡി എന്ന് പറയുന്നത്. Therefore, cash inflows minus arithmetic average, 5,000 minus 10,000, 5,000 minus 15,000, deviation from mean നമുക്ക് ലഭിക്കുന്നത് മൈനസ് 10,000 ആണ്. ഇതേ പ്രൊസീജിയർ എല്ലാ വർഷവും ഫോളോ ചെയ്യുക. ക്യാഷ് ഇൻഫ്ലോ സെക്കൻഡ് ഇയർ 10,000, arithmetic average 15,000, therefore 10,000 minus 15,000 minus 5,000. ഇയർ 3 ക്യാഷ് ഇൻഫ്ലോ 20,000, arithmetic average അല്ലെങ്കിൽ മീൻ വാല്യൂ 15,000, 20,000 minus 15,000 plus 5,000. ഇയർ 4 ക്യാഷ് ഇൻഫ്ലോ 25,000, arithmetic average അല്ലെങ്കിൽ മീൻ വാല്യൂ 15,000, ഡീവിയേഷൻ ഫ്രം മീൻ അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽ ഡി ദാറ്റ് ഈസ് പ്ലസ് 10,000. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റെപ്പ് 2ഉം കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് 1 ആദ്യം തന്നെ അരിത്തമാറ്റിക് ആവറേജ് കണ്ടുപിടിക്കുക. ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് എത്രയാണ്, ആ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസിന് നമ്പർ ഓഫ് ഇയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അരിത്തമാറ്റിക് ആവറേജ് അല്ലെങ്കിൽ മീൻ വാല്യൂ നമുക്ക് ലഭിക്കും. സിംപിളി പറയുകയാണെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കുക ആദ്യം തന്നെ. അതിനുശേഷം സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഡീവിയേഷൻ ഫ്രം മീൻ വാല്യൂ. എത്രയാണ് അരിത്തമാറ്റിക് ആവറേജും ക്യാഷ് ഇൻഫ്ലോസ് തമ്മിൽ ഡിഫറൻസ് എത്രയാണ്, അതിനാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് അരിത്തമാറ്റിക് ആവറേജ് നമ്മൾ ചെയ്യുന്നതും ഡീവിയേഷൻ ഫ്രം മീൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതും. സ്റ്റെപ്പ് 2 കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്. ഈ കാൽക്കുലേറ്റ് ചെയ്ത ഡീവിയേഷൻ അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽ ഡി അവനെ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ഓഫ് ഡീവിയേഷൻ ദാറ്റ് ഈസ് ഡി സ്ക്വയർ. നമ്മൾ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അതിന് ഡയറക്റ്റായിട്ട് സ്ക്വയർ ചെയ്യുക. മൈനസ് 10,000 സ്ക്വയർ ഈക്വൽസ് ദാറ്റ് ഈസ് സ്ക്വയർ ഓഫ് ഡീവിയേഷൻ. അപ്പോൾ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത ഡീനെ സ്ക്വയർ ചെയ്യുക.
മൈനസ് 10,000 സ്ക്വയർ 10 crores മൈനസ് 5,000 സ്ക്വയർ 2 crore 50 lakhs പ്ലസ് 5,000 2 crore 50 lakhs പ്ലസ് 10,000 10 crores. അപ്പോൾ ഡി കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ഡീവിയേഷനെ ഡയറക്റ്റ് ചെയ്ത് സ്ക്വയർ ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്ത അരിത്തമാറ്റിക് ആവറേജിൽ നിന്ന് ക്യാഷ് ഇൻഫ്ലോസോട് നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. ആ ഡിഫറൻസ് ആണ് നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ആ ഡീവിയേഷനെ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. അതാണ് സ്ക്വയർ ഓഫ് ഡീവിയേഷൻ അല്ലെങ്കിൽ ഡി സ്ക്വയർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, അതായത് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ഫിഗർ അല്ലെങ്കിൽ പ്ലസ് ഫിഗർ നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ അതിന് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ എനിവേ ആ സ്ക്വയറിലോട്ട് നമുക്ക് ആ പോസിറ്റീവ് ഫിഗർ മാത്രമേ ലഭിക്കുള്ളൂ. അപ്പോൾ സ്ക്വയർ ഓഫ് ഡീവിയേഷൻ ഡി സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്, കാൽക്കുലേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്, കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് നമ്മൾ ഫോർത്ത് സ്റ്റെപ്പിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രോബബിലിറ്റി കൂടി നമുക്ക് തന്നിട്ടുണ്ട്. Therefore what we have to do is ഈ സ്ക്വയർ ഡീവിയേഷനും പ്രോബബിലിറ്റി റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റീസ് ഓഫ് ദി കറസ്പോണ്ടിങ് ഇയേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വെയ്റ്റഡ് സ്ക്വയർ ഡീവിയേഷൻ നമുക്ക് ലഭിക്കും, എഫ് ഡി സ്ക്വയർ നമുക്ക് ലഭിക്കും. അതിനെയാണ് നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്. സ്ക്വയർ ഡീവിയേഷൻസ് അല്ലെങ്കിൽ ഡി സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോബബിലിറ്റി നമുക്ക് ഗീവൺ ആണ്, തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ആ പ്രോബബിലിറ്റി നമുക്ക് എഫ് അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽ എഫ് നമുക്ക് വേണമെങ്കിൽ പറയാം. Therefore d square into f, square of deviation into probability ചെയ്യുക, we get weighted square deviation അല്ലെങ്കിൽ fd square. Therefore 10 crore into 0.3, 3 crores, 2 crore 50 lakhs into 0.2, 50 lakhs. സെയിം തന്നെയാണ്, 2 crore into 0.2, 50 lakhs, 10 crore into 0.3, 3 crores. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന വെയ്റ്റഡ് സ്ക്വയർ ഡീവിയേഷനാണ്, അതല്ലെങ്കിൽ എഫ് ഡി സ്ക്വയർ ആണ്. ഇത് കാൽക്കുലേറ്റ് നമ്മൾ ചെയ്തിരുന്നത് സ്ക്വയർ ഡീവിയേഷൻ ഡി സ്ക്വയർ ഇൻറ്റു പ്രോബബിലിറ്റി എഫ്, ഇത് രണ്ടും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഡി സ്ക്വയർ നമുക്ക് ലഭിക്കുന്നു. ഈ എഫ് ഡി സ്ക്വയറിനെ ടോട്ടൽ ചെയ്യുക. സിഗ്മ എഫ് ഡി സ്ക്വയർ ഈക്വൽസ് 7 crores. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത എഫ് ഡി സ്ക്വയറിനെ ടോട്ടൽ ചെയ്യുക. സിഗ്മ എഫ് ഡി സ്ക്വയർ ഈക്വൽസ് 7 crores. ഇനി ഡയറക്റ്റ് ഫോർമുല സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർമുല അപ്ലൈ ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽസ് റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ, റൂട്ട് ഓഫ് 7 crores, ദാറ്റ് ഈസ് 8,367. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർമുല സിഗ്മ എഫ് ഡി സ്ക്വയർ റൂട്ടാണ്. therefore 7 crores റൂട്ട് നമ്മൾ നോക്കുമ്പോൾ 8,367 ആണ് നമുക്കിവിടെ കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻസർ. ഇനി പ്രപ്പോസൽ വൈ നമുക്ക് നോക്കാം. ഇതേ സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്യേണ്ടത്. ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ അരിത്തമാറ്റിക് ആവറേജ് അല്ലെങ്കിൽ മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. 2,000 പ്ലസ് 12,000 പ്ലസ് 10,000 പ്ലസ് 20,000 ഇതാണ് ഗീവൺ ക്യാഷ് ഇൻഫ്ലോസ്. ഇതിനെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 44,000 ആണ് നമുക്ക് ലഭിക്കുന്നത്. ഗീവൺ ക്യാഷ് ഇൻഫ്ലോസിനെ ടോട്ടൽ ചെയ്യുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. therefore 44,000 ഡിവൈഡഡ് ബൈ 4 നമുക്ക് കിട്ടുന്ന അരിത്തമാറ്റിക് ആവറേജ് അല്ലെങ്കിൽ മീൻ വാല്യൂ 11,000 ആണ്. കിട്ടിയ മീൻ വാല്യൂ നമ്മൾ നെക്സ്റ്റ് നമ്മൾ സ്റ്റെപ്പ് 2 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ക്യാഷ് ഇൻഫ്ലോ മൈനസ് അരിത്തമാറ്റിക് ആവറേജ് അല്ലെങ്കിൽ മീൻ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഡീവിയേഷൻ ലഭിക്കുന്നതാണ്. therefore നമുക്കിവിടെ കിട്ടിയ അരിത്തമാറ്റിക് ആവറേജ് 11,000 ആണ്. 2,000 മൈനസ് 11,000 മൈനസ് 9,000, 12,000 മൈനസ് 11,000 പ്ലസ് 1,000, 10,000 മൈനസ് 11,000 മൈനസ് 1,000, 20,000 മൈനസ് 11,000 പ്ലസ് 9,000. സ്റ്റെപ്പ് 2 നമ്മൾ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് അരിത്തമാറ്റിക് ആവറേജ് ചെയ്യുമ്പോൾ നമുക്ക് ഡീവിയേഷൻ ഫ്രം മീൻ അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽ ഡി നമുക്ക് ലഭിക്കുന്നതാണ്. ക്യാഷ് ഇൻഫ്ലോ മൈനസ് അരിത്തമാറ്റിക് ആവറേജ്. സ്റ്റെപ്പ് 2 കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പ് 3 നമ്മൾ ചെയ്യാനുള്ളത് ആ കാൽക്കുലേറ്റ് ചെയ്ത ഡീവിയേഷനെ സ്ക്വയർ ചെയ്യുക, അതല്ലെങ്കിൽ ഡി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. മൈനസ് 9,000 സ്ക്വയർ 8 crores 10 lakhs പ്ലസ് 1,000 സ്ക്വയർ 10 lakhs പ്ലസ് 1,000 സ്ക്വയർ മൈനസ് 1,000 സ്ക്വയർ 10 lakhs പ്ലസ് 9,000 സ്ക്വയർ 8 crore 10 lakhs. ഡി എന്ന് കാൽക്കുലേറ്റ് ചെയ്ത ഫാക്ടറിനെ നമ്മൾ ഡി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. ആ പറയുന്ന ഫാക്ടേഴ്സിനെ സ്ക്വയർ ചെയ്യുക, ഡി സ്ക്വയർ നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ സ്ക്വയർ ഓഫ് ഡീവിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്.
ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. ദെയർഫോർ നമുക്ക് എഫ് ഡി സ്ക്വയർ അല്ലെങ്കിൽ വെയ്റ്റഡ് സ്ക്വയർ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഡി സ്ക്വയർ ഇൻറ്റു റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റീസ്, ഡി സ്ക്വയർ ഇൻറ്റു എഫ് ഡി സ്ക്വയർ നമുക്ക് ലഭിക്കും. 8 crore 10 lakh into 0.2, 10 lakhs into 0.3, 10 lakhs into 0.4, 8 crore 10 lakhs into 0.1. നമുക്ക് എഫ് ഡി സ്ക്വയർ ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഈ എഫ് ഡി സ്ക്വയറിന് ടോട്ടൽ ചെയ്യുക. സിഗ്മ എഫ് ഡി സ്ക്വയർ ഈക്വൽസ് 2 crore 50 lakhs. അടുത്ത സ്റ്റെപ്പ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർമുല അപ്ലൈ ചെയ്യുക. റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ. Therefore, standard deviation equals root of 2 crore 50 lakhs. 5,000 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ലഭിക്കുന്നത്. ഒന്നൊരു ഫോർമുല പറയാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽസ് റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ ആണ്. നമുക്ക് ഈ ഒരു പ്രപ്പോസൽ വൈയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യിക്കുന്ന സിഗ്മ എഫ് ഡി സ്ക്വയർ 2 crore 50 lakhs ആണ്. ഇതിൻ്റെ റൂട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആൻസർ 5,000 ആണ്. Therefore, പ്രപ്പോസൽ എക്സിന് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 8,367 എന്നും പ്രപ്പോസൽ വൈ നമുക്ക് കിട്ടിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5,000 The standard deviation of proposal X is greater than that of proposal Y. 8,367 is greater than 5,000. Therefore, proposal X is more risky. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലൂടെ നമ്മൾ ഏത് പ്രൊജക്റ്റിനാണ് ഹയർ റിസ്ക് ഉള്ളതെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എ പ്രൊജക്ട് ഹാവിങ് എ ലാർജർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിൽ ബി മോർ റിസ്കി വെൻ കമ്പയർഡ് ടു എ പ്രൊജക്ട് ഹാവിങ് എ ലോവർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ദ ഹയർ റിസ്ക് പ്രൊജക്റ്റ് ഈസ് പ്രൊപ്പോസൽ എക്സ്. ഇത്രയേ ഉള്ളൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. താങ്ക് യു ഓൾ.